അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനും പിന്നെ മടിയൊന്നുമില്ലാതെ കറക്റ്റായിട്ട് നിസ്കരിക്കാനുള്ള ടിപ്സും ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് 3:30ക്കും 5:30ക്കും 2 അലാറം സെറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ സമയം 3:30. ഞാൻ എണീറ്റ് wuduഒക്കെ എടുത്ത് തഹജ്ജുദ് നിസ്കരിക്കും ഈ സമയത്ത്. എന്നിട്ട് ആയത്തുൽ കുർസി, ആമന റസൂൽ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതുപോലെയുള്ള ദുആകളൊക്കെ ഓതി ദുആ ചെയ്യും. എന്നിട്ട് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. മുമ്പൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാറുള്ളായിരുന്നു. കറക്റ്റായിട്ട് ഫറളൊക്കെ നിസ്കരിച്ചാലും മനസ്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നും തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കഴിയുമ്പോൾ 4 മണിയാവും. അപ്പോൾ ഞാൻ വീണ്ടും ഉറങ്ങും. എന്നിട്ട് ഞാൻ 5:30ക്ക് എണീറ്റ് ഫ്രഷൊക്കെ ആയിട്ട് സുബഹി നിസ്കരിക്കും. അതിനുശേഷം ഞാൻ ഖുർആൻ ഓതും. സുബഹി കഴിഞ്ഞിട്ട് ഞാൻ 4 പേജ് ഖുർആനാണ് എന്നും ഓതാറുള്ളത്. ഇന്നലെ ഞാൻ ഒരു ഹത്തം കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അടുത്ത ഹത്തവും തുടങ്ങി വെച്ച്. സൂറത്തുൽ ബഖറയാണ് ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഹത്തം ഓതുമ്പോഴത്തേക്ക് ഒരു സമയം മനസ്സിൽ പ്ലാൻ ചെയ്യും. എന്നിട്ട് അതിനുള്ളിൽ ഞാൻ ഹത്തം ഓതി തീർക്കും. ഇപ്പം ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഹത്തം എൻ്റെ ബർത്ത്ഡേക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഹത്തം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ദിക്റുകൾ ചൊല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതേപോലെയുള്ള കുറേ ദിക്റുകൾ ഞാൻ ഈ സമയത്ത് ചൊല്ലും. എന്നിട്ട് ഞാൻ ദുആകൾ ഓതും. എനിക്ക് കുറച്ച് അറിഞ്ഞുകൂടാത്ത ദുആകളൊക്കെ ഞാൻ എൻ്റെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. എന്നിട്ട് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഞാൻ ആ ദുആകളൊക്കെ ഓതും. അപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്കത് ബൈ ഹാർട്ടാവും. നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ബെഡൊക്കെ ക്ലീൻ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കും. ചായയുടെ കൂടെ ഇന്ന് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ് കഴിക്കാനുള്ളത്. അപ്പോഴത്തേക്കും പത്രം വരാനുള്ള സമയവും. അപ്പോൾ ഞാൻ പത്രം പോയി എടുക്കും. എന്നും ഞാൻ പത്രം എടുക്കാൻ പോകുമ്പോൾ ഈ പൂച്ച ഇവിടെ കാണും. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവുമാണ്. ഞാൻ പുതിയതായിട്ട് കാണുന്ന ദുആകളൊക്കെ എൻ്റെ ദുആ ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ട്. ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കറക്റ്റായിട്ട് നിസ്കരിക്കാനുള്ളത്. നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോഴാണ് മുസ്ലിം ആവുന്നത്. ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ മാത്രമല്ല, അത് മനസ്സിൽ വിശ്വസിക്കുകയും കൂടെ ചെയ്യണം. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു ആണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ പ്രവാചകനാണെന്നും നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആവുന്നത്. ഞാൻ ഇനി ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബിടെക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എഞ്ചിനീയർ ആവും. നമ്മൾ MBBS പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറാവും. പക്ഷേ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമ്മൾ പറയുന്നതിന് അർത്ഥവും വിലയും കാണത്തുള്ളൂ. അതേപോലെയാണ് മുസ്ലിമിന് നിസ്കാരം എന്ന് പറയുന്നത് ഒരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചാലേ നമുക്ക് മുസ്ലിം എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. ഇനി ഞാൻ ടിപ്പ് പറയാം. ഫസ്റ്റ് നമ്മൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. നമ്മൾ മരിക്കുമ്പോഴും നമ്മളെ ഖബറിലും എപ്പോഴും കൂടെയുള്ള 4 ബെസ്റ്റ് ഫ്രണ്ട്സ്. നമുക്ക് കുറേ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ കാണും. അവർക്ക് കോളേജ് കഴിയുന്നവരെയോ അല്ലെങ്കിൽ സ്കൂൾ കഴിയുന്നവരെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് വരെയൊക്കെ കാണത്തുള്ളൂ. ചിലർക്കൊക്കെ ലൈഫ് ലോങ് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ കാണും. പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടൊന്നും ഇരിക്കത്തില്ല. ചിലപ്പോൾ അവർ നമ്മുടെ ശത്രുക്കളായിട്ടൊക്കെ മാറും. ഇനി നമുക്ക് നമ്മുടെ 4 ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റി പറയാം. ഒന്നാമത് നമ്മുടെ നിസ്കാരം, രണ്ടാമത്തത് ഖുർആൻ, മൂന്നാമത്തെ ദുആ, നാലാമത്തെ ദിക്ർ. പക്ഷേ നമുക്ക് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് നല്ല കണക്ഷൻ വരണമെങ്കിൽ നമുക്ക് അവരെ കാണണം. സോ നമുക്ക് ഈ 4 പേർക്കും ഒരു ഫിസിക്കൽ രൂപം കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ നിസ്കാരത്തിന് നമുക്ക് മുസല്ലയും നിസ്കാര ഡ്രസ്സും ആയിട്ടെടുക്കാം. രണ്ടാമത്തെ നമ്മുടെ ഖുർആൻ നമ്മൾ ഖുർആൻ എടുക്കാം. നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഖുർആൻ കാണും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം നമ്മൾ എടുക്കണം. ഇതെൻ്റെ ഖുർആനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഖുർആൻ. മൂന്നാമത്തെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ദിക്റാണ്. അപ്പോൾ ദിക്റിന് നമുക്ക് തസ്ബീഹ് എടുക്കാം.
ലാസ്റ്റത്തെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദുആ. ദുആയ്ക്ക് നമുക്കൊരു ബുക്ക് എടുക്കാം. ആ ബുക്ക് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ലെറ്ററായിട്ട് നമ്മൾ വിചാരിക്കണം. എന്നിട്ട് അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ എഴുതണം, അള്ളാഹുവേ, ഇനി ഞാൻ ഒരിക്കലും ഒരു നിസ്കാരവും ഖളാ ആക്കത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യം വന്ന് നിസ്കാരം ഖളാ ആയിപ്പോയാൽ അന്ന് രാത്രിക്ക് മുമ്പ് ഞാൻ നിസ്കാരം ഖളാ ആയിട്ട് നിസ്കരിക്കുമെന്ന് ഫസ്റ്റത്തെ ലെറ്റർ എഴുതണം. പിന്നെ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ഓരോ ദുആകളും ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം അതിൽ. എപ്പോഴും നിസ്കരിക്കാൻ സമയമാകുമ്പോൾ നമ്മൾ ഈ 4 ബെസ്റ്റ് ഫ്രണ്ട്സിനെയും നമ്മുടെ കൂടെ കൂട്ടണം. ഇവരൊക്കെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. ദുആയ്ക്ക് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ മുഖത്ത് സ്ക്രബ് ചെയ്യും, തക്കാളിയും പഞ്ചസാരയും വെച്ച്. ഈ സമയത്ത് എൻ്റെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും പോണ ദിവസമൊക്കെ മാറാറുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.